welcome on behalf of the Electronics and Communication Students Association, ECSA, of St. Joseph's College of Engineering and Technology, Palai. We are delighted to have you all with us this evening for an informative and hands-on webinar on Introduction to LT Spice, a tool widely used for circuit simulation and analysis. Today, we have with us a distinguished guest, Mr. Melvin Shaju, a hardware engineer at ATWIC R&D, Kochi, who will be leading the session. With his strong technical background and professional experience, we are sure this session will be both insightful and practical, especially for all aspiring circuit designers and electronics enthusiasts. So, without further ado, please join me in giving a very warm welcome to Mr. Melvin Shaju. Okay, hello all. കേൾക്കാമോ? ഹലോ. കേൾക്കാം. Okay, thank you. Thank you for the introduction. അപ്പം എൻ്റെ പേര് മെൽവിൻ. ഞാൻ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ എഞ്ചിനീയർ ആയിട്ട് കൊച്ചിയിൽ അറ്റ്വിക് R&D എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് LT Spice എന്ന് പറഞ്ഞൊരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ജസ്റ്റ് നിങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഹലോ. ഓക്കെ ചേട്ടാ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് LT Spice അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് എൻ്റെ സ്ക്രീൻ കാണാമോ? ഇല്ലല്ലേ? ഇല്ല, ഇപ്പൊ വിസിബിൾ അല്ല. ഓക്കെ, 3-4 കൊല്ലമായി ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഓക്കെ, ഇപ്പം കാണാമോ? ഇപ്പൊ കാണാം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ജസ്റ്റ് LT Spice ഫ്രീ ഡൗൺലോഡ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്താൽ തന്നെ ഇത് അനലോഗ് ഡിവൈസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. അപ്പം നമുക്കത് ജസ്റ്റ് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങൾക്ക് ചിലപ്പം ഒരു ഇമെയിൽ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യാൻ പറയുമായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് ഇവിടെ ജസ്റ്റ് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഒരു പോപ്പ് പോലെ വരും, ആ വിൻഡോയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അതിന് ശേഷം മാനുവലായിട്ട് നമ്മൾ ഇവിടെ വരിക. അറിയാതെ ഇവിടെ വന്നിട്ട് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അവിടെ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവും. ഓക്കെ, ഞാനത് കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾ ചെയ്തോളൂല്ലേ? സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് മീറ്റിംഗിലേക്ക് കടക്കാം. എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മൾ ഈ സോഫ്റ്റ്വെയർ തുറന്നു വരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുക. ഓക്കെ, ഇത് വിസിബിൾ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓഡിബിൾ അല്ല എങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഓക്കെ, നമ്മൾ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കാണാം തുറന്നു വരുമ്പോൾ. ഫയല്, വ്യൂ, ടൂൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഇവിടെ ഇതൊന്നും ഇപ്പം വിസിബിൾ അല്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ന്യൂ സ്കീമാറ്റിക് എന്ന് പറയും. ഇതാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സെറ്റിങ്സ്, ന്യൂ സ്കീമാറ്റിക്, സേവ്, പ്രിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നിന്ന് അങ്ങനെയുള്ള ടൂൾസാണ് നമുക്ക് ആവശ്യം. റണ്ണ്, ടിൽറ്റ് വിൻഡോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ വയർ, നമുക്കിതിൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാൻ ആവശ്യമുള്ള സാധനമാണ് വയർ. പിന്നെ ഗ്രൗണ്ട് ചെയ്യുക, പിന്നെ
ഇതാണ് വോൾട്ടേജ് സോഴ്സ് കൊടുക്കാനുള്ളത്. പിന്നെ ഇത് റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, പിന്നെ ഇത് നമുക്ക് ഡയോഡ്. ഓക്കെ, ഇത് കമ്പോണന്റ്. ഇതിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഇതിൽ അനലോഗ് എന്ന് പറഞ്ഞ കമ്പനി ഇറക്കിയിട്ടുള്ള എല്ലാ ഐസികളും ഇതിലുണ്ടാകും. ഓക്കെ, നോർമലായിട്ടുള്ള റെസിസ്റ്ററും കപ്പാസിറ്ററിന്റെ സിമ്പിൾ ഉണ്ട്. അത് കൂടാണ്ട് അനലോഗിന്റെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് വിത്ത് എക്സാമ്പിൾ സർക്യൂട്ട്സ്. അപ്പം നമ്മൾ അനലോഗിന്റെ എന്തെങ്കിലും ഒരു ഐസി നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അനലോഗിന്റെ ആണെങ്കിൽ നേരെ പാർട്ട് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. അപ്പം ADA4522 ദിസ് ഇസ് നത്തിങ് ബട്ട് ആൻ ഓപ്പാമ്പ്. നിങ്ങൾ ഒപ്പാമ്പ് പഠിച്ചിട്ടുണ്ടാവും. LM741 എന്ന് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒപ്പാമ്പ് LICയിൽ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ഒപ്പാമ്പാണ് ഇത്. ഇതിന് ഇച്ചിരി സപ്ലൈ റെയിൽ കൂടുതലുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചേക്കുന്നത് +15 മുതൽ -15 സപ്ലൈ റെയിൽ ഉള്ള ഒരു ഒപ്പാമ്പായിരിക്കും. കണ്ടോ, ഇത് ഇവിടെ തന്നെ കാണാം 55 വോൾട്ട്. ഇതൊക്കെ വിസിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, 55 വോൾട്ട് തരാൻ പറ്റുന്ന ഒരു ഒപ്പാമ്പാണ് ADA4522. ഞങ്ങൾ കമ്പനിയിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കാണിക്കാൻ കുറച്ച് കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ നമുക്ക് അതുപോലെ കണ്ട ADA ഇതൊക്കെ അനലോഗിന്റെ പാർട്ട് നമ്പറുകളാണ്. അനലോഗിന്റെ എല്ലാ ഐസികളും അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് സിമുലേറ്റ് ചെയ്യാം. അതല്ലാതെ റെസിസ്റ്ററും കപ്പാസിറ്ററും വെച്ചിട്ടുള്ള നോർമലായിട്ട് ചെയ്യേണ്ട സാധനങ്ങളാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, അപ്പം ഇതാണ് കമ്പോണന്റ് എടുക്കേണ്ട സ്ഥലം. നമുക്ക് ഇവിടെ നിന്നാണ്. ഓക്കെ, പിന്നെ ഇത് ടെക്സ്റ്റ്, സ്പൈസ് ഡയറക്റ്റ്, ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്യാൻ, കോപ്പി ചെയ്യാൻ, അങ്ങനെയുള്ള കുറച്ച് ടൂൾസും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ കീബോർഡിൽ R എന്ന് പറഞ്ഞ സ്വിച്ച് നിൽക്കിയാൽ നമുക്ക് റെസിസ്റ്റർ കിട്ടും. ഓക്കെ, അത് നമ്മളെടുത്ത് ഇവിടെ വെക്കുന്നു. ഫസ്റ്റ് തന്നെ ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് ഞാൻ ഇവിടെ വരയ്ക്കാം. ഓക്കെ, വിസിബിൾ ആണല്ലോ അല്ലേ? ഇവിടെ ഒരു റെസിസ്റ്റർ R1 വെച്ചു, R2 വെച്ചു. ഇത് കീബോർഡിൽ R എന്ന് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ R കാണാൻ പറ്റും, സോറി റെസിസ്റ്റർ കാണാൻ പറ്റും. ഓക്കെ, ഇനി വി നെക്കിയാൽ വോൾട്ടേജ് സോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുത്ത് നമ്മളിവിടെ വെച്ചു. ഞാൻ ജസ്റ്റ് ഈ ഒരു സർക്യൂട്ട് ഇവിടെ സിമുലേറ്റ് ചെയ്ത് കാണിക്കാൻ പോണേ. എല്ലാവർക്കും അറിയുന്ന സർക്യൂട്ടാണ്. ജസ്റ്റ് ഒരു വോൾട്ടേജ് ഇതൊരു ക്ലോസ്ഡ് പാത്തായി. ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ള ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട് നമ്മൾ കൊടുത്താൽ മതി. ഓക്കെ, അത് നമ്മളിങ്ങനെ ജി എന്ന് പറഞ്ഞ ബട്ടണിലേക്ക് ഗ്രൗണ്ട് കിട്ടും. അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങനെ എടുത്താലും മതി. ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോഴും എളുപ്പം. നമുക്ക് ഇങ്ങനെയുള്ള സർക്യൂട്ട് ചെയ്യാൻ കുറച്ച് എന്താണ് ഷോർട്ട് കട്ട്സ് അറിഞ്ഞിരിക്കുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ചു. ഇങ്ങനെ വെച്ചപ്പോൾ എന്തായി? ഇനി ഇതിന് വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ഞാൻ 10K 10 കിലോ ഓം എൻ്റെ ഒരു റെസിസ്റ്റർ 10K 2 റെസിസ്റ്റർ ഞാൻ ഇവിടെ ഇങ്ങനെ ഇട്ടു. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 10 വോൾട്ട് 10. ഓക്കെ, നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒരു 10K ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 10K എന്നുള്ള സാധനം ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ 10K എന്നുള്ളൊരു വാല്യൂ നമുക്ക് ഇവിടെയും ടൈപ്പ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ജസ്റ്റ് എ വോൾട്ടേജ് ഡിവൈഡർ, വേറെ ഒന്നുമില്ല. ഞാനിവിടെ പൊട്ടൻഷ്യൽ സോഴ്സ് ഇവിടെ കൊണ്ടുവച്ചു. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ DC വാല്യൂ ഒരു 10 വോൾട്ട് ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്യണം. അപ്പോൾ 10 വോൾട്ട് എന്തായി? ഇതിക്കടെ ചെല്ലുകയാണ്. ഈ സർക്യൂട്ടിൽ നമ്മൾ വാല്യൂസ് എല്ലാം കൊടുത്തു. സർക്യൂട്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇനി നമ്മൾ വരേണ്ടത് ഈ റൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ഒരു ഗ്രീൻ കളർ. അപ്പോൾ നമ്മൾ റണ്ണ് കണ്ടു. നമ്മൾ സർക്യൂട്ട് ഇത്രയും ചെയ്തിട്ട് ഇതാ ഇവിടെ റൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കണ്ടോ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ട്രാൻസിയന്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 10 വോൾട്ട് കൊടുത്തിട്ട് ഈ 10Kയുടെ 2 ഡിവൈഡറിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കാണാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിൽ സ്റ്റോപ്പ് ടൈം അത് ജസ്റ്റ് നമുക്ക് എത്ര നേരം, നമുക്ക് ലെറ്റ്സ് സേ ഒരു 1 മില്ലി സെക്കൻഡ് ഇവിടെ ഇടാം. ഓക്കെ, വേറെ ഒന്നും കൊടുക്കണ്ട, ബാക്കി വിട്ടേക്ക്, ജസ്റ്റ് ലീവ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു വിൻഡോ തെളിഞ്ഞു വന്നു. ഇതെന്താണ് സംഭവം? നമുക്കിവിടെ ഇവിടെ നിങ്ങൾ ക്യാച്ച് ചെയ്തല്ലോ അല്ലേ? ഇവിടെ റൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ട് 1 മില്ലി സെക്കൻഡ്, 1 മില്ലി സെക്കൻഡ് നേരം എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ കാണാൻ പോവാണ്. സംഭവിക്കാനൊന്നുമില്ല, നമ്മൾ DC ആണ് കൊടുക്കണേ. കണ്ടോ, 2 10Kയുടെ ഇടയിൽ കറക്റ്റ് പൊട്ടൻഷ്യൽ പകുതിയായിട്ട് ഡിവൈഡ് ആയി വന്നു. കണ്ടോ? ഓക്കെ, നമ്മൾ 10 വോൾട്ട് കൊടുത്തു, 2 10Kയുടെ ഒരു ഡിവൈഡർ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ 5 വോൾട്ട് കിട്ടും. അത് 100 കൊടുത്താൽ 50 കിട്ടും, 10 കൊടുത്താൽ 5 കിട്ടും.
എന്താണോ നമ്മുടെ പൊട്ടൻഷ്യൽ അതിന്റെ നമ്മൾ സെയിം 2 ഡിവൈഡേഴ്സ് എക്സാക്ട് ഹാഫ് തന്നെ കിട്ടും. ഇനി നമുക്കിവിടെ ഒരു 1K കൊടുത്ത് നോക്കാം. ഇത് ഞാനിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 1K കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സിമുലേഷനിൽ കാണാൻ പറ്റും. കണ്ടോ, ഇതൊരു 900 മില്ലി വോൾട്ട്, ലെറ്റ്സ് സേ അറൌണ്ട് 1 വോൾട്ട് ഇല്ല. ഓക്കെ, അപ്പം ദിസ് ഈസ് കോൾഡ് നമ്മുടെ ഡിവൈഡർ, വോൾട്ടേജ് ഡിവൈഡർ, പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്ന് പറയും. നമ്മളിത് ഫ്രം ദ ബേസിക്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പൊട്ടൻഷ്യൽ ഒഴുകി ഇവിടെ ഡിവൈഡ് ആവുന്നത് നമുക്ക് റിയൽ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മിനി പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു സർക്യൂട്ട് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നു. നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ ഡിവൈഡർ നിങ്ങൾ ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് റിസർവ് വാങ്ങിച്ച് ചെയ്തൊക്കെ നോക്കേണ്ടി വരും. മൾട്ടിമീറ്ററിലൊക്കെ പ്രോബ് ചെയ്ത് നോക്കേണ്ടി വരും. ഇത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഈ സോഫ്റ്റ്വെയർ എടുക്കുക, നിങ്ങൾക്ക് എത്രയാണോ വോൾട്ടേജ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ഇൻപുട്ടിൽ എൻ്റർ ചെയ്യുക. 10K എന്നുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ വാല്യൂ വേണ്ടത് അത് എൻ്റർ ചെയ്യുക, താഴത്തും എൻ്റർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ റൺ ചെയ്യുക. പക്ഷെ നിങ്ങൾക്ക് സർക്യൂട്ടിനെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടാവണം. ധാരണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പയ്യെ ഇംപ്ലിമെന്റ് ചെയ്താലും ഓക്കെയാണ്. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. ആ ഒരു നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വരേണ്ട ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഓക്കെ, യൂസർ ഫ്രണ്ട്ലിയാണ്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ട്രാൻസിയന്റ് അനാലിസിസ് 1 മില്ലി സെക്കൻഡ്, ഇത് 1 മില്ലി സെക്കൻഡ് അല്ല, നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് 10 മില്ലി സെക്കൻഡ് എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോഴും DC ആയതുകൊണ്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. ഓക്കെ, ഇവിടെ താഴെ 10 മില്ലി സെക്കൻഡ്, 1 മില്ലി സെക്കൻഡ് മാറി 10 മില്ലി സെക്കൻഡ് ആയി എന്ന് വെച്ചാൽ ആദ്യത്തെ 0 മുതൽ 10 മില്ലി സെക്കൻഡ് വരെ എന്ത് സംഭവിച്ചു. അതിപ്പോൾ 1 സെക്കൻഡ് ഇടാം, 1 സെക്കൻഡ് ഇട്ടാലും എന്ത് സംഭവിച്ചു ഒന്നും മാറാനൊന്നുമില്ല. കണ്ടോ, 1 സെക്കൻഡ് ആയാലും DC ആണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ AC സിഗ്നൽ കാണിച്ചു തരാം. അപ്പം എന്താണ് ഈ സെക്കൻഡുകളുടെ വ്യത്യാസം എന്നുള്ളത് നിങ്ങൾക്ക് അന്നേരം മനസ്സിലാവും. ദിസ് ഈസ് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ. ഇപ്പം ഇതിൽ നിങ്ങൾ വോൾട്ടേജ് കണ്ടു, 1K ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു, ഹാഫ് അല്ല, ഏകദേശം ഒരു 1 വോൾട്ട് അത്രയും താന്നു. നേരെ 10K ഇട്ട് കഴിഞ്ഞാൽ പകുതിയായി. ഓക്കെ, ഇനി ഇതിൽ നിങ്ങൾക്ക് കറണ്ട് അറിയണം. നിങ്ങളിപ്പോൾ വോൾട്ടേജ് മാത്രമേ കണ്ടുള്ളൂ. ഈ 10K ഒഴുകുന്ന കറണ്ട് അറിയണമെങ്കിൽ ജസ്റ്റ് ആരോ ഇവിടെ കൊണ്ടുവച്ച് ആരോ മാർക്കിന്റെ സിമ്പിൾ ആണ്. ഈ പ്രോബിന്റെ ചിഹ്നം മാറിയിട്ട് റെസിസ്റ്ററിന് നേരെ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്രയും മൈക്രോ ആംബിയർ ഇതിലൂടെ പോകുന്നുള്ളൂ. ഈ 10 വോൾട്ട് ഇതിലൂടെ 10K കൂടെ പോകുമ്പോൾ ഫസ്റ്റ് റെസിസ്റ്ററിൽ കൂടെ അത്രേ പോകുന്നുള്ളൂ. രണ്ടാമത്തെ റെസിസ്റ്ററിൽ കൂടെ നമുക്ക് നോക്കാം, അതിൽ 500 മൈക്രോ ആംബിയർ പോകും. ഇതിൽ വാല്യൂ മാറ്റി കഴിഞ്ഞാൽ ഇപ്പോൾ 1K ഇടാം, അപ്പം വ്യത്യാസം കണ്ടോ. അതായത് ആ 900 മില്ലി വോൾട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 900 മൈക്രോ ആംബിയർ ആണ്. V=IR, ജസ്റ്റ് വോൾട്ടേജ് ഡിവൈഡർ. ഇപ്പം ഓംസ് ലോ ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡറിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് അനുസരിച്ച് ഇവിടെ പൊട്ടൻഷ്യൽ ഡിവൈഡ് ആയി, പക്ഷെ ഇത് പോകുന്ന കറണ്ട് അതിനോട് എന്താ പറയുക പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ജസ്റ്റ് റിയൽ ടൈം സിമുലേറ്റ് ചെയ്ത് നോക്കാനുള്ള സോഫ്റ്റ്വെയർ ആണിത്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇതിലെ പോയ കറണ്ടും ഇതിലെ പോയ വോൾട്ടേജും ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തന്നതാണ്. ഓക്കെ, ഇനി കറണ്ടും വോൾട്ടേജും മാത്രമല്ല, നമുക്ക് ഒരു എന്താ പറയുക 10K മാത്രമായിട്ട് ഇടാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിലെ കറണ്ട് കണ്ടു. ഇനി ഇവിടെ എത്ര വാട്ട് പോയെന്ന് അറിയണ്ടേ. ഇപ്പൊ P=VI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് അറിയാൻ പറ്റും. വാട്ട് അറിയണമെങ്കിൽ ഇത് ഇവിടെ ഒന്ന് അൾട്ട് നെക്കിയ കണ്ടോ, സ്ക്രീൻ മാറുന്നുണ്ടോ, ജസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. 9 മില്ലി വാട്ട് അത്രേ ഉള്ളൂ. ഈ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ടിനും വോൾട്ടേജിനും പ്രൊപ്പോർഷണലായി വാട്ട് ജനറേറ്റ് ആവുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം നമുക്കിപ്പം ഇതിപ്പോൾ വലിയൊരു വോൾട്ട് ഇടാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം മനസ്സിലാവും. കണ്ട 100 വാട്ട്, ഇപ്പം 100 വോൾട്ട് സിഗ്നൽ എൻ്റെ കയ്യിലുണ്ട്. ഒരു 100 ഓമിക്കടെ നമ്മൾ ഒന്ന് ലോഡ് ചെയ്യിക്കണം എന്ന് വിചാരിക്കുക. 100 ഓം കൊടുത്ത് ഉറപ്പായിട്ട് ഇത് കത്തിപ്പോകും. 100 വാട്ടാണ് വരുന്നത്, ഒരൊറ്റ ആന്തലായിരിക്കും. അപ്പം അത് നമ്മൾ വെറുതെ ചെയ്ത് നോക്കി കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തോരം വാട്ട് പോകുമെന്ന് അറിയാൻ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് സിമുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു കണ്ടോ എത്ര എളുപ്പമാണ്. 100 വാട്ട്, ഇനി എത്ര കറണ്ട്, 1 ആംബിയർ കറണ്ട് അതിൽ കൂടെ ഡ്രോ ചെയ്തു. ഓക്കെ, അപ്പം അതാണ് ഈ ചെറിയ വോൾട്ടും വലിയ വോൾട്ടൊക്കെ വരുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആവുന്നത് ഇങ്ങനത്തെ സെനാരിയിലാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഒരു മിനിറ്റ്,
സർക്യൂട്ട് മാറ്റാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പാമ്പ് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ LM741 കൊണ്ട് പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ആ ഓപ്പാമ്പല്ല എടുക്കുന്നത്, അതിൻ്റെ അകത്തില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് ADA4522. ഇത് ജസ്റ്റ് ഒരു ഒപ്പാമ്പ് അത്രയും കൺസിഡർ ചെയ്താൽ മതി. ഇൻവെർട്ടിങ് നോൺ ഇൻവെർട്ടിങ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ അത് വെച്ചിട്ട് ഒരു സർക്യൂട്ട് കാണിച്ചു തരാം. പ്ലസ് മൈനസ് സപ്ലൈ റെയിലാണെന്ന് അറിയാലോ, VCC VEE. ഓക്കെ, അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, VCC. ഓക്കെ, പെട്ടെന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, അതായത് ഇപ്പം ഞാൻ P എന്ന് പറഞ്ഞ കീബോർഡിൽ ഷോർട്ട് കട്ട് ആക്കിയിട്ട് കമ്പോണന്റ് സെലക്ഷൻ എടുക്കും, അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് എടുക്കാം. ഓക്കെ, ഇത് ഇവിടെ നിന്ന് എടുത്തു. എന്നിട്ട് ADA4522 ഞാൻ അവിടെ സെർച്ച് ചെയ്തു. ജസ്റ്റ് ഒരു ഓപ്പാമ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്തതാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എടുക്കുന്നുള്ളൂ. കണ്ടോ, ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ വന്നു. സപ്ലൈ റെയിലിൽ ഇതേ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലേബിൾ നെറ്റ് കൊടുക്കാം. ലേബിൾ നെറ്റ് എന്തിനാ കൊടുക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇപ്പം തേർഡ് ഇയർ ഒക്കെ ആയില്ലേ, മിനി പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾ എന്തായാലും PCB നിങ്ങൾ ലാബിൽ ചെയ്യേണ്ടി വരും, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ കണ്ടോ ഇങ്ങനെ VCC VEE ഞാൻ ലേബൽ ചെയ്തേക്കണുണ്ടോ നെറ്റ്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ ഇങ്ങനെ വയർ എടുത്ത് എല്ലായിടത്തും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഇങ്ങനെ ലേബൽ ചെയ്ത് കൊടുത്താൽ മതി നെറ്റ്. ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫേസിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ശരി ഒരു നോൺ ഇൻവെർട്ടിങ് ആംപ്ലിഫയർ ഞാനിവിടെ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഗെയിൻ എങ്ങനെയാണ് ഗെയിൻ ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതായത് രണ്ട് റെസിസ്റ്റർ, ഒരു റെസിസ്റ്റർ ഇവിടെ വെച്ചു, ഒരു റെസിസ്റ്റർ ഇവിടെ വെച്ചു, എന്നിട്ട് W നെക്കി ഞാൻ വയേഴ്സ് കണക്ട് ചെയ്തു. ഓക്കെ, നമുക്ക് നോൺ ഇൻവെർട്ടിങ്ങിന് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, 1+RF/R1 എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി ഞാനിവിടെ പ്ലസ് ഇൻപുട്ടിലേക്ക് എന്ത് ചെയ്യാൻ പോവാ, ഒരു സിഗ്നൽ കൊടുക്കാൻ പോവാ. അത് നമ്മളിങ്ങനെ എടുത്തു, ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ മിസ്സിംഗ് എന്താ, VCC VEE അവരെയും കൂടെ കൊടുക്കണം. അതിന് 2 വോൾട്ടേജ് സോഴ്സ് ഇവിടെയും വെച്ചു, പറഞ്ഞ് ഇവിടെയും വെച്ചു. ഓക്കെ, ഓക്കെ, ഞാൻ പറയുന്നത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ ചേട്ടായി. ഓക്കെ, ഓക്കെ, എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, എന്നോട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഒരു ഒരു 10 വോൾട്ട് കൊടുക്കുകയാണ്, അതുപോലെ -10 വോൾട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ഇവർ രണ്ടുപേരും നമ്മുടെ സപ്ലൈ റെയിലുകളാണ്, VCC VEE. ഓക്കെ, +10 കൊടുത്തു, -10 കൊടുത്തു. ഓക്കെ, നമ്മളിവിടെ ഒരു 1K കൊടുക്കുകയാണ്, അത് R1 ആണ്. ഓക്കെ, ഇത് നമ്മുടെ RF ആണ്. നിങ്ങൾ LICയിൽ പഠിച്ചിട്ടുണ്ടാവും, ഫോർമുല എന്തായിരുന്നു, 1+RF/R1 എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ ഗെയിൻ 2, 1+RF/R1 ചെയ്ത് വരുമ്പോൾ അത് 2 എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഓക്കെ ഇവിടെ ഒരു സിഗ്നൽ സോഴ്സ് നമ്മളൊരു സൈൻ വേവ് കൊടുക്കാൻ പോകാം. ഇപ്പം നിങ്ങൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ DC കൊടുക്കണം, നിങ്ങൾ കണ്ടല്ലോ. ഞാനൊരു സൈൻ കൊടുക്കാം, ജസ്റ്റ് ഇവിടെ എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അഡ്വാൻസ്ഡ്. ഓക്കെ, അഡ്വാൻസ്ഡിൽ സൈൻ. ഓക്കെ, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫിന് മേളിലേക്കുള്ള സിഗ്നൽ നമുക്ക്, അതായത് ഇപ്പം 1 വോൾട്ട് പീക്ക് ടു പീക്ക് ഉള്ള ഒരു സിഗ്നൽ ഞാനിപ്പോൾ ചെയ്തു തരാം. ഓക്കെ, ഇപ്പോൾ 0.5 ആയിട്ട് എന്ത് കൊടുക്കുക, ആംപ്ലിറ്റ്യൂഡ് കൊടുക്കുക. ഫ്രീക്വൻസി നമുക്ക് ലെറ്റ്സ് സേ 1 kHz കൊടുക്കുക. ഓക്കെ, ഓക്കെ, ഔട്ട്പുട്ട് കാണുമ്പോൾ ഓക്കെ, നമ്മുടെ സർക്യൂട്ട് ഡിസൈൻ കഴിഞ്ഞു. ഇതിൽ ഞാൻ ഈ VCC VEE ലേബൽ ചെയ്ത് നെറ്റ് ചെയ്തേക്കുക, അത് ഇവിടെ നിന്ന് ഇവിടേക്ക്. ഓക്കെ, ഇവർ രണ്ടുപേരും തമ്മിൽ കണ്ടോ വയർ ചെയ്ത് കണക്ഷൻ ഇട്ടിട്ടില്ല. ദാറ്റ്സ് കോൾഡ് നെറ്റ് ലേബൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത്. അത് ഭയങ്കര യൂസ്ഫുൾ ആണ്, കാരണം ഇവിടെ നിന്ന് ഇത്രയും വയറൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ VCC നിന്ന് ഇവിടെയും മാർക്ക് ചെയ്തു, ഇവിടെയും മാർക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റേക്കും. ദാറ്റ്സ് കോൾഡ് ലേബൽ നെറ്റ്. ഓക്കെ, നെറ്റ് ലേബൽ. ഓക്കെ, നമ്മൾ ട്രാൻസിയൻ അനാലിസിസ് എടുത്തു, ഒരു 1 മില്ലി സെക്കൻഡ് നമുക്ക് എന്താ സംഭവിക്കാൻ നോക്കാം. 1 VP ഉള്ളൊരു സിഗ്നല്, ഒരു ബൈപോളാർ സിഗ്നൽ നമ്മളിവിടെ കണ്ടു. ബൈപോളാർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല,
പ്ലസ് മൈനസ് ഉള്ള ഒരു സിഗ്നൽ, ഇതിനെയാണ് നമ്മൾ ബൈപ്പോളാർ എന്ന് പറയാം. അത് 0 മില്ലി വോൾട്ട് പോലെ 500 മുകളിലേക്ക് 500 താഴത്തേക്ക്. ഓക്കെ, നമ്മളിവിടെ റിയൽ ആയിട്ട് കണ്ടു. ഓക്കെ, എന്നിട്ട് ഈ ആഡ് പ്ലോട്ട് പ്ലെയിൻ. ഓക്കെ, നിങ്ങളിവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഈ ഓപ്ഷൻ ആഡ് പ്ലോട്ട് പ്ലെയിൻ എന്നുണ്ടോ. ഓക്കെ, ഇതെടുത്തു കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു വിൻഡോ കൂടെ തുറന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യും, ഔട്ടിലേക്ക് ഇങ്ങനെ ജസ്റ്റ് മൗസ് കൊണ്ടുവന്നാൽ മതി. അപ്പം തന്നെ നമുക്ക് അവിടെ പ്രോബിൻ്റെ ഒരു ചിഹ്നം കാണാം. കണ്ടോ, ഡിഫാൾട്ടായിട്ട് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിന് 2 ആയതുകൊണ്ട് വന്ന സാധനം ജസ്റ്റ് ഒന്ന് ഗെയിനായി. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ LIC എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നിങ്ങൾ പഠിക്കുന്നതാണ്. ഓക്കെ, ആ സാധനം നിങ്ങളിപ്പോൾ റിയലായിട്ട് സിമുലേറ്റ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓപ്പാമ്പ് പറയാണ്, പക്ഷെ എന്നാലും എല്ലാ ഓപ്പാമ്പും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. LM741 ആയാലും, ഇപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്ത 4522 എന്ന് പറഞ്ഞ ഓപ്പാമ്പായാലും ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക. കണ്ടല്ലോ, 500 മില്ലി വോൾട്ടുള്ള, അതൊരു 0.5 ആംപ്ലിറ്റ്യൂഡുള്ള ഒരു സിഗ്നൽ 1 വോൾട്ട് ആംപ്ലിറ്റ്യൂഡിലേക്ക് ഗെയിൻ അയക്കുന്നതാണ് അറ്റ് 1 കിലോ വാട്ട്സ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഗെയിൻ കൂട്ടാം. ഈ RF അങ്ങ് മാറ്റിയാൽ മതി, 2K. ഓക്കെ, ഗെയിൻ കയറി കണ്ടോ, 3K. ഇപ്പം ഒരു 3K കൊടുത്താൽ എന്ത് സംഭവിക്കും കണ്ടോ, അതായത് വന്ന സിഗ്നലിന്റെ 3 ഇരട്ടി ഗെയിൻ ഇവിടെ വന്നു. ഓക്കെ, 2 വോൾട്ട് പീക്ക് ടു പീക്ക് ഉള്ള ഒരു ബൈപോളാർ സിഗ്നലായിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ ഗെയിൻ ചെയ്ത് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പം നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ കേസിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇൻവേർട്ടിംഗ് മോഡ് ഞാൻ കാണിച്ചു തരാം. അതിന് ഈ വോൾട്ടേജ് സോഴ്സ് ഡിലീറ്റ് ആക്കട്ടെ, മൂവ് ചെയ്താൽ മതി. ഓക്കെ, 1K. ഓക്കെ, നമുക്ക് ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറഞ്ഞാൽ -RF/R1. അപ്പം അവിടെ ഡിഫാൾട്ട് ആയിട്ട് വേറെ ഗെയിൻ ഒന്നുമില്ല. ഓക്കെ, നമ്മളിവിടെ താഴത്ത് ഗ്രീൻ കളറിൽ കൊടുത്തേക്കുന്നത് ഇൻപുട്ടാണ്. ഓക്കെ, ആ ഇൻപുട്ടിന്റെ സെയിം സാധനം തന്നെ ഔട്ട്പുട്ടിൽ ഇൻവേർട്ടഡ് ആയിട്ട് വന്നേക്കുന്നത് നിങ്ങളുണ്ടോ. ഓക്കെ, അതാണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ. ഇവിടെ ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് അതിനും വ്യത്യാസം ഉണ്ടാവും. ഒരു 3K കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഗെയിൻ വന്നു, 3 ഇരട്ടി ഗെയിൻ വന്നു. ഒരു 4K കൊടുത്തു കഴിഞ്ഞാൽ 4 ഇരട്ടി ഗെയിൻ വന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഇനിയിപ്പം ഒരു ഓപ്പാമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്ന് കാണണം എന്നുണ്ടെങ്കിൽ ബ്രെഡ് ബോർഡോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ വരിക, ഇവിടെ ഉപയോഗിക്കുന്ന ഓപ്പാമ്പിന്റെ കുറച്ച് പാരാമീറ്റേഴ്സ് അറിഞ്ഞിരിക്കുക. എന്താണ് സപ്ലൈ, പ്ലസ് സപ്ലൈ എന്താണ്, മൈനസ് സപ്ലൈ എന്താണ്, സ്ലൂ റേറ്റ് എന്താണ്, അങ്ങനെയുള്ള കേസുകളൊക്കെ നോക്കിയാൽ മതിയോ. താഴെ നിർത്തണം, സിമുലേഷൻ ആയതുകൊണ്ട് പ്രശ്നമില്ല. റിയൽ ബോർഡ്സിലൊക്കെ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു കമ്പോണന്റ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിന്റെ വോൾട്ടേജ് റെയില് അതിന്റെ പാരാമീറ്റേഴ്സ് ഫുൾ നമ്മൾ നോക്കും. അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടാവും. എല്ലാ ഡാറ്റ ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ കമ്പോണന്റിനും മാനുഫാക്ചറർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഡാറ്റ ഷീറ്റ്. അതിനകത്ത് അബ്സല്യൂട്ട് മാക്സിമ റേഞ്ചിങ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് തന്നെ ഉണ്ടാവും. ആ ബോക്സ് നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. നമുക്ക് ലെറ്റ്സ് ഒരു 53 കൊടുക്കാം, 2 കൊടുക്കാം. അബ്സല്യൂട്ട് മാക്സിമം, അതായത് അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അടിച്ചു പോകും, അല്ലെങ്കിൽ അതിന്റെ മാക്സിമം റേഞ്ച് എത്തി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇത് കൊടുത്താലും ഓക്കെ. നമുക്ക് എന്നിട്ടൊരു വലിയൊരു ഗെയിം ഇടാം.
ഇപ്പം ഞാൻ ജസ്റ്റ് 1K 10K ആക്കിയെന്നുള്ളൂ. അപ്പം അത്രയും കറണ്ട് ഫ്ലോ കുറയുന്നുള്ളൂ, വേറെ അതിൻ്റെ അകത്തൊന്നുമില്ല. ഓക്കെ, കേട്ടോ. ഇവിടെ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ഗെയിൻ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. സൈൻ ഷേപ്പ്, ഈ താഴത്തെ സൈൻ ഷേപ്പിനേക്കാളും ഒരു പിടുത്തം കണ്ട, ഒരു പിടുത്തം പിടിക്കണുണ്ടോ? അതായത് ഇപ്പൊ 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് ആണ് നിങ്ങൾ പഠിച്ച LM741 എങ്കിൽ ADA 452 വേറെയാണ്. ബട്ട് സ്റ്റിൽ സ്ലോ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഫാസ്റ്റ് ആൻഡ് ഓപ്പാമി ക്യാൻ റെസ്പോണ്ട്. അപ്പം അവന് കുറച്ച് സമയം എടുക്കും 0 മുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വോൾട്ടേജ് എത്താൻ. അപ്പൊ അതിന് മുന്നേ എന്താ പറയാ, ഇങ്ങോട്ട് താന്നു കഴിഞ്ഞാൽ അപ്പൊ അവന് ആ ഫുള്ള് സ്വിങ് എത്താൻ പറ്റില്ല. അപ്പൊ അന്നേരമാണ് ഈ ഷേപ്പിന് ചെറിയ വാട്ടം വരുന്നത്. ഓക്കെ, അതാണ് സ്ലോ റേറ്റ്. ഇത്രോ സിമ്പിളാണ്. നമ്മൾ 0.5 വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ് എന്നും പിന്നെ സ്ലോ റേറ്റ് ഈക്വൽ ടു എന്തോ ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോർമുലയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ സംഭവം ഇതാണ്, ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഈ സിമുലേഷൻ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് ജസ്റ്റ് അപ്പോൾ ഭയങ്കരമായിട്ട് റിയൽ ആയിട്ട് സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് AC അനാലിസിസ് ഫിൽട്ടർ റെസ്പോൺസ് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓക്കെ, ഈ സർക്യൂട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. നേരത്തെ പറഞ്ഞ ആ സ്ലോ റേറ്റ് എന്ന് പറഞ്ഞത് ഇപ്പം 100K ആണ് മേളിലിട്ടത്. കുറച്ചുകൂടെ കയറ്റി കഴിഞ്ഞാൽ അവന് പറ്റാണ്ട് വരും. അതാണ് സ്ലോ റേറ്റ് പിടിക്കുക എന്ന് പറയും. അപ്പം നമ്മൾ ഹൈ ഫ്രീക്വൻസി ഹൈ ഗെയിൻ ഉള്ള ഒരു സംഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല ഓപ്പാമ്പ് എടുക്കണം, ചൂസ് ചെയ്യണം. അത്രേ ഉള്ളൂ കൺക്ലൂഷൻ. നിങ്ങൾക്ക് ഇതിലിനി AC അനാലിസിസ്. ഇപ്പം ട്രാൻസിയന്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, അതായത് ഈ ടൈപ്പ്, അതായത് ഇപ്പോൾ ഒരു ഓക്കെ ഉണ്ടല്ലോ, ഇതിപ്പം പഴയ സർക്യൂട്ടാണ്. ഓക്കെ ഓക്കെ, ഞാൻ കണ്ടോ നിങ്ങൾക്ക് പിടിച്ചു പോകുന്ന സ്ലോ റേറ്റ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ 0 മുതൽ ഇപ്പം എത്ര മില്ലി സെക്കൻഡിൽ സൈൻ എങ്ങനെ വന്നു എന്നുള്ളതാണ് നിങ്ങൾ ട്രാൻസിയന്റ് അനാലിസിസ് കണ്ടത്. നമുക്കിനി AC അനാലിസിസ് നോക്കാം. AC എന്ന് പറയുമ്പോൾ നിങ്ങൾ ആക്റ്റീവ് ഫിൽറ്റേഴ്സ്, പാസീവ് ഫിൽറ്റേഴ്സ് എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് 6 ക്ലിക്ക് ചെയ്തത് ഒരു റെസിസ്റ്ററാണിത്. ഈ ഒരു കപ്പാസിറ്റർ സി ഞെക്കി കഴിഞ്ഞാൽ കീബോർഡിൽ സി എന്ന് പറഞ്ഞ ബട്ടൺ ഞെക്കിയ ഒരു കപ്പാസിറ്ററാണ്. ഇത്രേ ഉള്ളൂ പാസീവ് ഫിൽറ്റർ. പാസീവ് ഫിൽറ്റേഴ്സ്. ഓക്കെ, ലെറ്റ്സ് സേ ഇവിടെ ഒരു 100 ഓം ഇടാം. ഇവിടെ ഒരു 100 നാനോ ഫാരഡ് 100 N എന്ന് കൊടുത്താൽ മതി. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് ഇപ്പം റെസിസ്റ്ററിന്റെ കേസിൽ അറിയാലോ, റെസിസ്റ്റൻസ് ഓമിലാണ്. ഇപ്പൊ 100 ഓം 10K ആണെങ്കിൽ 10K എന്ന് കൊടുക്കണം. ഓക്കെ, അങ്ങനെ ഷോർട്ടാക്കി നമുക്ക് കൊടുക്കണം. അല്ലെങ്കിൽ 10,000 എന്ന് അടിച്ചാലും ഓക്കെയാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് 10K ആണെങ്കിൽ 10K, ഇപ്പോൾ 100 ആണെങ്കിൽ 100 അങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇതിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ കപ്പാസിറ്റൻസ് ഫാരഡിലാണ് ഇവിടെ യൂണിറ്റ് കൊടുക്കുക. അപ്പം ഇവിടെ 100 നാനോ. ഓക്കെ, ഇത്രേ ഉള്ളൂ ഫിൽറ്റർ. ഒരു നോർമൽ ഒരു ലോ പാസ് ഫിൽറ്റർ. ഇപ്പം അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 100 ഓമും 100 നാനോയും തമ്മിലുള്ള ഒരു ഫിൽറ്ററാണ് ഞാൻ എടുക്കുന്നത്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, നമ്മൾ അഡ്വാൻസ്ഡിൽ വരിക. ഇവിടെ ഈ AC ആംപ്ലിറ്റ്യൂഡ്. ഇനി ഈ സൈഡൊന്നും നോക്കണ്ട. ഇതിപ്പോൾ നമ്മൾ സൈൻ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്താൽ കഴിഞ്ഞോണം, അതൊന്നും ഇപ്പോൾ കൊടുക്കണ്ട. ഇവിടെ ഒരു AC ആംപ്ലിറ്റ്യൂഡ് സ്മോൾ സിഗ്നൽ അനാലിസിസ് ഇവിടെ ഇടുക. ഇവിടെ ഒരു 1 കൊടുക്കുക. ജസ്റ്റ് ഒരു 1 കൊടുത്താൽ മതി. നമ്മൾ ബാക്കി നമ്മൾ ചെയ്യാൻ കൊടുക്കും. കണ്ടോ, ഒരു AC അനാലിസിസ് ഇവിടെ ഒരു 1 കൊടുത്തു, 100 ഓം ഇട്ടു, ഒരു 100 നാനോ ഇട്ടു. നമുക്ക് എന്താ വരുന്നത് നോക്കാം. നിങ്ങൾ LICയിൽ പഠിച്ചിട്ടുണ്ടാവും, മറ്റേ പാസ് ബാൻഡ്, സ്റ്റോപ്പ് ബാൻഡ്, ലോ പാസിന്റെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ നേരെ പോയിട്ട് താഴ്ത്തോട്ട് പോകുന്നൊരു ഗ്രാഫ് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ആ ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ AC അനാലിസിസ് എടുക്കുക.
ഡീക്കേഡ് ഇട്ട ലോഗരിതമിക് സ്കെയിലാണ്. കുഴപ്പമില്ല, ഞാൻ ഇവിടെ ലീനിയർ എടുക്കാം. ലീനിയർ എടുത്തിട്ട് ഒരു 1000 പോയിന്റ് അങ്ങ് ഇട്ടേക്കാം. 1000 10,000 ജസ്റ്റ് ഒരു 1000 കൊടുത്താൽ മതി. നമുക്കത് എത്ര പോയിന്റ്സ് കുറച്ച് വൈഡായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്.